ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടോർഷൻ ഓഫ് തിൻ വാൾഡ് ട്യൂബ്സിൻ്റെ രണ്ട് പ്രോബ്ലമാണ്. അപ്പോൾ മൊഡ്യൂൾ 6 വരുന്ന ടോപ്പിക്കാണ് ടോർഷൻ ഓഫ് തിൻ വാൾഡ് ട്യൂബ്സ്. ഇതിൻ്റെ തിയറിയും ഡെറിവേഷൻസും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്താണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ടോപ്പിക്കിൻ്റെ രണ്ട് പ്രോബ്ലത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു റെക്റ്റാങ്കുലർ ട്യൂബാണ് തന്നിട്ടുള്ളത്. സോ ഇതൊരു റെക്റ്റാങ്കുലർ ട്യൂബാണ് ആൻഡ് ഇതൊരു ട്യൂബ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻസ് എന്താണ്? ഹോളോ ആണ്. അപ്പോൾ ഇൻസൈഡ് പോർഷൻ ഹോളോ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ട്യൂബാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലുമാണ്. ഷിയർ സ്ട്രെങ്ത് ടോ ഈസ് ഈക്വൽ ടു 35,000 കിലോ പാസ്കലിനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ജിയും തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ട്യൂബിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ട്വിസ്റ്റിംഗ് കപ്പിൾ ആണ് കാണേണ്ടത്. മാക്സിമം ട്വിസ്റ്റിംഗ് കപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടോർക്ക് ടി ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് ചോദിച്ചേക്കുന്നത്. ഈ ടോർഷൻ ഓഫ് തിൻ വാൾഡ് ട്യൂബിൽ മെയിൻലി 3 ഇക്വേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ടോർക്കിൻ്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എ. രണ്ടാമത്തെ ഇക്വേഷൻ ഷിയർ ഫ്ലോയുടെ ക്യൂ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ടി. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ തീറ്റയുടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ട്വിസ്റ്റിംഗ് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക് ടി കാണാനായിട്ടാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എ. ബട്ട് ഇവിടെ ക്യൂ നമുക്ക് അൺനോൺ ആണ്. ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ഫ്ലോ ആണ്. ഷിയർ ഫ്ലോ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടോ ഇൻറ്റു ടി ആണ് ഷിയർ ഫ്ലോ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ടോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടോയുടെ വാല്യൂ 35,000 കിലോ പാസ്കലിന് അവർ തന്നിട്ടുണ്ട്. സോ കിലോ പാസ്കലിനെ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁻³ തന്നു. ഇനി നമുക്ക് ഇവിടുത്തെ തിക്നെസ് ആണ് വേണ്ടത്. ഇപ്പം തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഓരോ പോർഷനിലും ഓരോ തിക്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ 0.45 സെന്റിമീറ്റർ, ഇവിടെ 0.6 സെന്റിമീറ്റർ, ഇവിടെ 0.55 സെന്റിമീറ്റർ, ഇവിടെ 0.5 സെന്റിമീറ്റർ. അങ്ങനെയാണ് ഇതിന്റെ തിക്നെസ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ക്യൂവിൽ ഏത് തിക്നെസ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മിനിമം തിക്നെസ് ആയിരിക്കും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ക്യൂ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ടി മിനിമം ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടെ മിനിമം തിക്നെസ് വന്നിരിക്കുന്നത് 0.45 സെന്റിമീറ്റർ അല്ലേ. സോ 0.45 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു എന്തുകൂടെ ചെയ്തു? 10⁻² കൂടെ ചെയ്തു. അപ്പോൾ ചെയ്തപ്പോഴത്തേന് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ 1,57,500 ന്യൂട്ടൺ മീറ്റർ എന്ന് വന്നു. ഇനി അടുത്ത് നമുക്ക് എ ആണ് വേണ്ടത്. ഏരിയ എന്ന് പറയുമ്പോൾ ആ മിഡ് തിക്നെസ് കർവിന്റെ അകത്തുള്ള ഏരിയ ആണ് വേണ്ടത്. ഇവിടെ മിഡ് തിക്നെസ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു റെഡ് ഡോട്ടിലൂടെ കാണിച്ചേക്കുന്നതാണ്, റെഡ് ഡോട്ടഡ് ലൈനിലൂടെ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ മിഡ് തിക്നെസ് കർവ് എന്ന് പറയുന്നത്. സോ ആ റെഡ് ഡോട്ടഡ് ലൈനിന്റെ ഇൻസൈഡിലുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ആ റെഡ് ഡോട്ടഡ് ലൈനിന്റെ ഇൻസൈഡിലുള്ള ഏരിയ എന്ന് പറയുമ്പോഴത്തേന് ആ റെഡ് ഡോട്ടഡ് ലൈൻ ഒരു റെക്റ്റാങ്കിൾ അല്ലേ. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ലെങ്ത് എന്ന് പറയുമ്പോൾ 10 ആയി, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് 5 ആയി. സോ 10 ഇൻറ്റു 5 ആണ് അവിടുത്തെ വരേണ്ടത്. ആൻഡ് സെന്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 10 ഇൻറ്റു 10⁻². അതുപോലെ തന്നെ 5നെ എന്ത് ചെയ്തു? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ഏരിയ 50 ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് ക്യൂ അറിയാം, എയും അറിയാം. സോ നമുക്ക് ടോർക്ക് കിട്ടത്തില്ലേ? ടോർക്ക് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എ ആണ്. സോ അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ടോർക്ക് 1,575 ന്യൂട്ടൺ മീറ്റർ എന്ന് വന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റയാണ് കാണേണ്ടത്. തീറ്റ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ഇൻറ്റു ജി ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ds ഡിവൈഡഡ് ബൈ ടി ആണ്. ഇവിടെ ക്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എയും നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജി ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരുന്നു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് സൈക്ലിക് ഇൻ്റഗ്രൽ ds ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പോൾ സൈക്ലിക് ഇൻ്റഗ്രൽ ds ബൈ ടി കാണാനായിട്ട് ds എന്ന് പറയുമ്പം നമ്മുടെ മിഡ് തിക്നെസ് കർവിന്റെ ലെങ്ത് ആണ് ds എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് തിക്നെസ് കർവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ 10, ഇവിടെ 5, ഇവിടെ 10, ഇവിടെയും 5. ഇങ്ങനെയാണ് നമ്മുടെ മിഡ് തിക്നെസ് കർവിന്റെ ലെങ്ത് വരുന്നത്, അതായത് ds വരുന്നത്. ബട്ട് ds എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ds ബൈ ടി എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. ടി എന്ന് പറയുമ്പം നമ്മുടെ ആ പൈപ്പിന്റെ തിക്നെസ് ആണെന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത്. സോ ഇവിടെ 10 മാത്രമല്ല വരേണ്ടത്, അതായത് ds മാത്രമല്ല വരേണ്ടത്. ഓരോ ds എഴുതുമ്പോഴും ആ dsന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ്സും ഡിനോമിനേറ്ററിൽ എഴുതണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലെങ്ത് ds എന്ന് പറയുമ്പോൾ 10 ആണ്. ഡിവൈഡഡ് ബൈ അവിടുത്തെ തിക്നെസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.45 വരും.
അടുത്തതായിട്ട് ഈ ഒരു പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡി എസ് എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും, അവിടുത്തെ തിക്നെസ് എന്ന് പറയുമ്പോൾ 0.6 ആയിരിക്കും. ഇനി അടുത്ത് ഈ പോർഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡി എസ് 10 ആയിരിക്കും, അവിടുത്തെ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേന് 0.55 ആയിരിക്കും. ഇനി അടുത്ത ക്ലോസ് ചെയ്യുന്ന ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡി എസ് എന്ന് പറയുമ്പോൾ 5 ആയി, അവിടുത്തെ ടി എന്ന് പറയുമ്പോഴത്തേന് എന്തുമായി 0.5 ആയി. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കിട്ടുന്നത് 58.73 എന്നാണ്. ഇത് പിന്നെ യൂണിറ്റ് ഒന്നുമില്ല, കാരണം ഇവിടുത്തെ സെന്റിമീറ്റർ എന്തായി ക്യാൻസൽ ആയി പോയി. അപ്പോൾ സൈക്ലിക് ഇന്റഗ്രൽ ds/tയും കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കിട്ടി, തീറ്റയും കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് 2 ട്യൂബാണ് തന്നിരിക്കുന്നത്. ഒരു സർക്കുലർ ട്യൂബും ഉണ്ട്, ഒരു സ്ക്വയർ ട്യൂബും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കുലർ ട്യൂബിന്റെ തിക്നെസ്സും സ്ക്വയർ ട്യൂബിന്റെ തിക്നെസ്സും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ അതിന്റെ രണ്ടിന്റെയും സർക്കംഫറൻസും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർക്കുലർ ട്യൂബിന്റെ സർക്കംഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോഴത്തേന് 2π × റേഡിയസ് ആണ്. ബട്ട് ഇവിടുത്തെ റേഡിയസിന്റെ വാല്യൂ a ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ പെരിമീറ്റർ ഇപ്പം അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്തായിട്ട് മാറി, 2π × a ആയിട്ട് മാറി. ഇനി അടുത്തത് ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 4 × സൈഡ് ആണ്. അപ്പോൾ 4 × സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ സൈഡിന് എന്താണ് കൊടുത്തിരിക്കുന്നത്, b എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 × b. അപ്പോൾ ഗിവൺ ആയിട്ട് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ രണ്ടിന്റെയും സർക്കംഫറൻസ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, 2πa, അതായത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 4 × b എന്ന് എഴുതാം. ഇവിടുന്ന് നമുക്ക് 4b = 2πa, അല്ലെന്നുണ്ടെങ്കിൽ b = എന്തെന്ന് എഴുതാം, 2πa/4, അതായത് b = πa/2 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇവിടുന്ന് ബിയും എയുമായിട്ടുള്ള റിലേഷൻ, അതായത് സർക്കിളിന്റെ റേഡിയസും സ്ക്വയറിന്റെ സൈഡുമായിട്ടുള്ള ഒരു റിലേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഷിയർ സ്ട്രെസിന്റെ റേഷ്യോ കാണാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്കിപ്പോൾ സർക്കിൾ ട്യൂബ് ഉണ്ട്, ആ സർക്കുലർ ട്യൂബിന്റെ ഷിയർ സ്ട്രെസ് ഞാൻ ടോസി എന്ന് എടുക്കുന്നു. ഈ സ്ക്വയർ ട്യൂബ് ഉണ്ട്, സ്ക്വയർ ട്യൂബിന്റെ ഷിയർ സ്ട്രെസ് ഞാൻ ടോഎസ് എന്ന് എടുക്കുന്നു. സോ ഇത് തമ്മിലുള്ള റേഷ്യോ, അതായത് ടോസി/ടോഎസ് കാണാനായിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതിനായിട്ട് 2 കേസ് അല്ലെങ്കിൽ 2 കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പം ട്വിസ്റ്റിംഗ് മൊമെന്റ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഈക്വൽ ആയതുകൊണ്ട്, അതായത് ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ടോർക്ക് അല്ലേ, അപ്പോൾ സ്ക്വയറിലെയും സർക്കിളിലെയും ടോർക്ക് എന്താണ്, സെയിം ആണ്. സോ നമുക്ക് സർക്കിളിലെയും സ്ക്വയറിലെയും ടോർക്ക് എന്തെന്ന് എഴുതാം, സെയിം ആണെന്ന് എഴുതാം. ആൻഡ് ട്യൂബിന്റെ കേസിൽ, അതായത് തിൻ വാൾഡ് ട്യൂബിന്റെ കേസിലെ ടോർക്ക് ഇൻഡിക്കേഷൻ പറയുമ്പോൾ നമുക്കറിയാം 2 × Q × A ആണ്. സോ ഈ ടോസിക്ക് പകരമായിട്ട് നമുക്ക് 2 × QC × AC = TS പകരമായിട്ട് 2 × QS × AS എന്നും കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ നമുക്ക് QC/QS = AS/AC എന്ന് വരും. ബട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ കാണാനായിട്ടാണ്, അതായത് ടോസി/ടോഎസ് കാണാനായിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഫോമിലോട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ ഷിയർ ഫ്ലോ ക്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ട്, Q = ടോ × T എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ വരും, ടോസി × TC/ടോഎസ് × TS എന്ന് വരും, = AS/AC. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് രണ്ടിന്റെ തിക്നെസ് എന്താണെന്ന് സെയിം ആണെന്ന്. സോ രണ്ടിന്റെ തിക്നെസ് സെയിം ആയതുകൊണ്ട് TCയും TSഉം ക്യാൻസൽ ആയി പോയി. ഇനി അടുത്തത് AS/AC എന്ന് പറയുമ്പോഴത്തേക്കിന് ഏരിയ ഓഫ് സ്ക്വയർ ഏരിയ ഓഫ് സർക്കിൾ ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ വേണം. ഏരിയ എടുക്കേണ്ടത് എപ്പോഴും മിഡ് തിക്നെസ് കർവിന്റെ അകത്തുള്ള ഏരിയ വേണം എടുക്കാനായിട്ട്. അപ്പോൾ മിഡ് തിക്നെസ് കർവിന്റെ അകത്തുള്ള ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു സ്ക്വയർ ആണ് എടുക്കേണ്ടത്. ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തായിട്ട് വരും, സൈഡ് സ്ക്വയർ അല്ലേ. സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിന് B² ആയിരിക്കും സ്ക്വയറിന്റെ ഏരിയ. ഇനി അടുത്ത് നമുക്ക് ഈ സർക്കിളിന്റെ ഏരിയ ആണ് വേണ്ടത്. ആ സർക്കിളിന്റെ ഏരിയ കാണാനായിട്ട് ഇവിടുത്തെ ആ മിഡ് തിക്നെസ് കർവിന്റെ അകത്തുള്ള ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ മിഡ് തിക്നെസ് കർവിന്റെ റേഡിയസ് A എന്നറിയാം, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്. ഇവിടെ റേഡിയസിന് പകരം A ആണ് തന്നേക്കുന്നത്. സോ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേന് π × A². അപ്പോൾ നമുക്ക് സർക്കിളിന്റെ ഏരിയ πa² എന്നും കിട്ടി, സ്ക്വയറിന്റെ ഏരിയ B² എന്നും കിട്ടി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ = സ്ക്വയറിന്റെ ഏരിയ B² സർക്കിളിന്റെ ഏരിയ πa². ആൻഡ് നമുക്ക് ബിയും എയുമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. B = എന്തായിരുന്നു, πa/2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് πa/2 ² എന്തെന്ന് വന്നു, πa² എന്ന് വന്നു.
സോ ഇത് സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ എന്തെന്ന് വന്നു 4 എന്ന് വന്നു ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എ സ്ക്വയർ. ഇത് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ആക്ച്വലി ഡിവൈഡ് ബൈ 1 ആണ്. ഇത് നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡിവൈഡ് ബൈ എന്തെന്ന് വന്നു പൈ എ സ്ക്വയർ എന്ന് വന്നു. ഇവിടെ ഒരു പൈയും ക്യാൻസൽ ആയിപ്പോയി, എ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോഴത്തേന് പൈ ഡിവൈഡ് ബൈ 4 ആയിരിക്കും ഈ ഒന്നാമത്തെ കേസിലെ സ്ട്രെസ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് കേസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് സെയിം ആവുമ്പോഴുള്ള ടോ സി ഡിവൈഡഡ് ബൈ ടോ എസ് കാണണം. സോ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ തീറ്റ സി ഇസിക്കൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് തീറ്റ എസ് എന്ന് എഴുതാം. നമുക്കറിയാം തീറ്റ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ക്യൂ ഡിവൈഡഡ് ബൈ 2AG ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് ഡിവൈഡഡ് ബൈ ടി ആയിരുന്നു തീറ്റയുടെ ഇക്വേഷൻ. സോ തീറ്റ സി എന്ന് പറയുമ്പോഴത്തേക്കിന് ക്യൂ സി ഡിവൈഡഡ് ബൈ 2AC ഇൻറ്റു ജി ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് ബൈ ടി ഇസിക്കൽ ടു ഇത് സർക്കിളിൻ്റെ കേസിൽ അടുത്തായിട്ടെന്ന് പറയുമ്പോഴത്തേക്കിന് സ്ക്വയറിൻ്റെ വരുമ്പോഴത്തേക്കിന് ക്യൂ എസ് ഡിവൈഡഡ് ബൈ 2AS ഇൻറ്റു ജി ഇൻറ്റു സ്ക്വയറിൻ്റെ കേസിലുള്ള ഡി എസ് ഡിവൈഡഡ് ബൈ ടി. ഇവിടെ ജി എന്ന് പറയുമ്പം രണ്ടും സെയിം മെറ്റീരിയലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നു. സോ ജിയുടെ വാല്യൂ രണ്ടിനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ ഡി എസ് ബൈ ടി എന്ന് പറയുമ്പോഴത്തേക്കിന് ഡി എസ് എന്ന് പറയുമ്പം മിഡ് തിക്നെസ് കർവിൻ്റെ ലെങ്തും ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ട്യൂബുമാണ്. ഇവിടെ സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് ബൈ ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് ബൈ ടി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഇൻ്റഗ്രൽ ഉണ്ടായതുകൊണ്ട് ഡി എസിൻ്റെ വാല്യൂ എല്ലാം കൂടെ എന്ത് ചെയ്യണം, സം ചെയ്യണം. അപ്പോൾ സൈക്ലിക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ മിഡ് തിക്നെസ് കർവിൻ്റെ ലെങ്ത് എല്ലാം കൂടെ കൂട്ടുന്നതാണ്. ആ മിഡ് തിക്നെസ് കർവിൻ്റെ ലെങ്ത് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കിന് അതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ സർക്കംഫറൻസ് ആയിട്ടല്ലേ വരുന്നത്. ബിക്കോസ് ഈ ഒരു ചെറിയ ലെങ്ത് ആണെന്ന് പറയുന്നത് ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ലെങ്തുകളെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കിന് അതെന്തായിട്ട് മാറും, ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സ്ക്വയറിൻ്റെ കേസിലും ഈ ഒരു ലെങ്ത് ആണെന്ന് പറയുന്നത് ഡി എസ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്തായിട്ട് മാറുന്നുണ്ട്, ഈ സ്ക്വയറിൻ്റെയും സർക്കംഫറൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ ഡി എസ് ബൈ ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിട്ട് എഴുതാം, സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ തിക്നെസ് എന്ന് പറഞ്ഞുകൂടി, സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ തിക്നെസ്. ബട്ട് നമുക്കറിയാം സർക്കംഫറൻസും സെയിം ആണെന്ന് പറയുന്നുണ്ട്, തിക്നെസ്സും രണ്ട് സെക്ഷൻ്റെ സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതും എന്തായിപ്പോയി, ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് ബാലൻസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് ക്യൂ സി ഡിവൈഡഡ് ബൈ ക്യൂ എസ്, ഇവിടെ 2ഉം ക്യാൻസലായി, ജിയും ക്യാൻസലായി. ബാലൻസ് റിമൈനിങ് ആയിട്ടുള്ള ക്യൂ സി ഡിവൈഡഡ് ബൈ ക്യൂ എസ് ഇസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ എസ് എന്നാണ് ഉള്ളത്. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം, ടോ ഇൻറ്റു ടി എന്ന് എഴുതാം. സോ ഇതെന്തായിട്ട് മാറും, ടോ സി ഇൻറ്റു ടി സി ഈ ഡിവൈഡഡ് ബൈ ടോ എസ് ഇൻറ്റു ടി എസ് ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ എസ്. നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് പൈ ഇൻറ്റു എ സ്ക്വയർ റേഡിയസ് സ്ക്വയർ, അടുത്ത സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് ബി സ്ക്വയർ ആയിരുന്നു. ആൻഡ് എയും ബിയുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ബി ഈസ് ഈക്വൽ ടു പൈ എ ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു നമ്മുടെ റിലേഷൻ. ആൻഡ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയറിന് പകരമായിട്ട് പൈ എ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് വരും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് രണ്ടിൻ്റെ തിക്നെസ് സെയിം ആയതുകൊണ്ട് ടി സിയും ടി എസും ക്യാൻസലായി. സോ ടോ സി ഡിവൈഡഡ് ബൈ ടോ എസ് എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ വന്നു. ഇത് ചെയ്യുമ്പോഴത്തേക്കിന് പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ എന്തെന്ന് വന്നു, 4 വന്നു. ഇവിടെ എ സ്ക്വയറും എ സ്ക്വയറും ക്യാൻസലായി, ഒരു പൈയും ക്യാൻസലായി. ആൻഡ് ഇതിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്കിന് എന്തായി, 4 ഡിവൈഡഡ് ബൈ പൈ. സോ രണ്ടാമത്തെ കേസിലാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും.